ഹായ് നമസ്കാരം, ഞാൻ അഭിലാഷ് നാരായണൻ. ക്രിയേറ്റീവ് ആനിമേഷൻ കിഡ്സ് എന്റർടൈൻമെന്റിന്റെ ഓൺലൈൻ കോഴ്സിലേക്ക് അവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇത്ര വരെ ചെയ്തു അല്ലേ? കാറിന്റെ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ ചെയ്തു. ഇനി ബാക്കിയുള്ള ഭാഗങ്ങളും കൂടി നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാം. ഇത്ര വരെ നമ്മൾ ചെയ്തില്ലേ? അപ്പം ഇത് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് നോക്കിയേ, ഈ ഒരു സെഗ്മെന്റ്സ്, അതായത് നമ്മുടെ ഈ സെപ്പറേറ്റ്, ഇത് ഡോറ് സെപ്പറേറ്റ് ചെയ്യണം. അതിന്റെ സെഗ്മെന്റ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഡോറ് സെപ്പറേറ്റ് ചെയ്യുന്ന സെഗ്മെന്റ്സ് ഇപ്പം നമുക്കുള്ളത് പറഞ്ഞാൽ ഒരു ചെറിയൊരു പ്രയാസം ഇവിടെ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഇവിടെ ഗ്ലാസ് കയറ്റിക്കൊണ്ട് നമുക്ക് ഈ ഡോറ് ഇവിടുന്ന് സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും. മനസ്സിലായി? അതായത് ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണമ്പോൾ ഡോറ് ഇത് പകുതിയായിട്ട് വരും. അപ്പം അതൊരു പ്രയാസം വരുന്നുണ്ടായത് ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കേണ്ടി വരും കേട്ടോ. അത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു ഹാഫ് മാത്രം ചെയ്താൽ മതി. ഞാനൊരു വെറൈറ്റി പിടിച്ചിട്ട് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇവിടെ ടോപ്പ് വ്യൂവിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മളെ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗം വരുന്നുണ്ട്. കാറിൻ്റെ ഈ ഒരു ഭാഗം, ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ക്ലിയർ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇവിടെ ഇപ്പോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വെർട്ടെക്സിൻ്റെ ലെവൽ ഒന്ന് ക്ലിയർ ചെയ്യണം കേട്ടോ. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ലെവലൊന്നും ക്ലിയർ ചെയ്തൊന്നും ശരിയായിട്ടില്ല. ഇതാ ഇവിടെ ഒന്ന് ലെവൽ ചെയ്യണം. ഇതാ ഈ വെർട്ടെക്സും ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. കറക്റ്റ് രീതിയിൽ സെഗ്മെന്റ് ഫ്ലോ ഇല്ലെങ്കിൽ അത് വർക്ക് ചെയ്യാൻ വളരെ പ്രയാസമായിരിക്കും. ഷെയ്ഡ് വെച്ച് ചെയ്യരുത്. ഞാനിപ്പോൾ ഷെയ്ഡിലുണ്ടായിരുന്നു. ഓക്കെ, ഇത്ര വരെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും വരെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാറിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നമ്മൾ പോകും. ആ പോകുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഇവിടെയൊക്കെ ഷേപ്പ് ചെയ്തെടുക്കേണ്ടത് ആവശ്യമാണ് കേട്ടോ. ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കേണ്ടത് ആവശ്യമാണ്. കാരണം അത് നമ്മുടെ ഇതുണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിലൊരു കറക്റ്റായല്ലോ കണ്ടോ. ബോണറ്റിൻ്റെ ഭാഗം വരുന്നത് അത് ഷേപ്പ് ചെയ്തിട്ട് തന്നെ എടുക്കണം കേട്ടോ. ഇത് സേവ് ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാ ഫയലും സേവ് ചെയ്ത് വെക്കാം കേട്ടോ. അല്ലെങ്കിൽ ആർ ഫയൽ ഹാഫ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് സേവ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ആണ് കേട്ടോ ഹാഫ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തത്. സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട് സെക്കൻഡ്. നിങ്ങൾ ഇൻക്രിമെൻറ്റ് സേവ് ചെയ്താൽ മതി കേട്ടോ. ഞാനിങ്ങനെ ചെയ്യുന്നത് നോക്കണ്ട. നിങ്ങൾ ഇൻക്രിമെൻറ്റ് സേവ് ചെയ്ത് ചെയ്യണം. ഇതാ ഇവിടെ ഇതൊന്ന് ക്ലിയർ ചെയ്യണം. അതുപോലെ ഇതൊന്ന് ക്ലിയർ ചെയ്യണം. ഏതാണ് ബോണറ്റിൻ്റെ ഭാഗം. ബോണറ്റിൻ്റെ ഒന്ന് ലെവൽ ചെയ്തെടുക്കണം കേട്ടോ. കുറച്ചൊന്ന് ഈ ഭാഗം ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. ഓക്കെ, ഈ ഒരു ഭാഗം ഞാൻ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഓരോ ഭാഗങ്ങൾ ക്ലിയർ ചെയ്ത് പോവുകയാണ്. ഇവിടെ ഹെഡ്ലൈറ്റിൻ്റെ ഒരു ഭാഗം ക്ലിയർ ആയിട്ട് ചെയ്യാനുണ്ട്. അതുപോലെ നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതൊന്ന് കുറച്ച് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം കേട്ടോ. ഈ സാധനം, അതായത് ഇവിടെ വരെ ഇല്ല വെർട്ടെക്സ്, അതായത് നമ്മൾ ഇവിടുന്ന് ഇവിടം വരെ ഇല്ല വെർട്ടെക്സ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഒന്ന് പൊന്തിച്ച് വെച്ചില്ലേ, ഒന്ന് ഏകദേശം ഒന്ന് പൊന്തിച്ച്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പൊന്തിച്ച് വെച്ചതാണ്. ഇനി അത് വിളിക്കണ്ട. പൊന്തിച്ച് വെച്ചതിന് ശേഷം ഇൻ ബിറ്റ്വീൻ ഒന്നിടവിട്ടില്ല ഒന്ന് പൊന്തിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം പെർസ്പെക്റ്റീവിൽ പോയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് നിങ്ങൾ കൊണ്ടുപോവാം. അതിൻ്റെ ഷേപ്പ് കിട്ടുന്നില്ല. ഓക്കെ, എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഇങ്ങനെ എടുത്താലും മതി കേട്ടോ. കണ്ടോ, ഇങ്ങനെ എടുത്താലും മതി. നിങ്ങൾ കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ട് ഒരു റൗണ്ട് ഷേപ്പിലേക്ക് പോകും. കണ്ടോ, ഇങ്ങനെ എടുത്താലും മതി. കണ്ടോ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഇവിടെയുള്ള ഈ സെഗ്മെന്റ്സ് നമുക്ക് കുറച്ചൊന്ന് താഴ്ത്തി വെക്കാം. ഒന്ന് ഒടിഞ്ഞു പോണത് ആ സെഗ്മെന്റ്സ്. അത് സൈഡ് വ്യൂവിൽ പോയിട്ട് തന്നെ ചെയ്യണം കേട്ടോ. സൈഡ് വ്യൂവിൽ പോയിട്ട് തന്നെ ചെയ്യണേ. അത് രണ്ട് ഭാഗങ്ങളും സെലക്ട് ചെയ്തിട്ട് തന്നെ ചെയ്യണം. ഇവിടെ ഇല്ല, ഇത്രയും ഭാഗം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഒന്ന് ഒടിച്ചു വെക്കുക താഴോട്ട്. അപ്പോൾ ഇവിടെ കാണുന്നൊരു വെർട്ടെക്സ് ഉണ്ട്. അത് കുറച്ച് താഴ്ത്തി വെക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്നില്ല ഈ സെഗ്മെന്റ്സ് എല്ലാം ഒന്ന് നിങ്ങൾ ഫ്ലോ പിടിക്കുന്നത് നല്ലതാണ്. ഒരു ഫ്ലോ ക്രിയേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഉണ്ടോ, ഇങ്ങനെ ഫ്ലോ ക്രിയേറ്റ് ചെയ്ത് പോവാം. സെഗ്മെന്റ് ഫ്ലോ. അപ്പോൾ ഇവിടെ മാത്രം മതി, ഇതിങ്ങനെ നിൽക്കട്ടെ. മനസ്സിലായില്ലേ? ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് ആ സെഗ്മെന്റ് ഫ്ലോ ഒന്ന് പിടിച്ചു വെച്ചാൽ ഇങ്ങനെ കിട്ടും നിങ്ങൾക്ക്. കണ്ടോ,
കണ്ടോ നേരത്തെ ഉണ്ടായ കട്ടിങ് ഇവിടെ ഇല്ല, ഇവിടെ കുറെ മാറ്റം വന്നു നമ്മൾ ചെയ്യുമ്പോൾ കണ്ടോ. ഇനിയിപ്പോൾ ടോപ്പ് വ്യൂവിൽ പോയിട്ട് ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഇത്രയും സെഗ്മെന്റ്സുകൾ നമ്മളിവിടെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗം ഒന്ന് ലെവൽ ചെയ്യേണ്ടി വരും. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം കേട്ടോ. സെഗ്മെന്റ്സുകൾ കണ്ടോ, വെർട്ടെക്സ് ഫ്ലോ ചെയ്ത് പോവാം. കൺട്രോൾ പ്രസ് ചെയ്തിട്ട് തന്നെ ചെയ്യുന്ന അത്രയും നല്ലത് കേട്ടോ. ഓക്കെ, കണ്ടോ ഏകദേശം ഇങ്ങനെ വന്നിട്ടുണ്ട്. കണ്ടോ ഷേപ്പ് അത് ഇങ്ങനെ ഒരു ഉരുട്ടി ചെയ്യുന്ന രീതിയിലായിരിക്കണം. ഇനി ശ്രദ്ധിക്കേണ്ടതുകൊണ്ടാണ് ഈ ടോപ്പ് വ്യൂവിൽ പോയിട്ട് നിങ്ങൾ ഈ വെർട്ടെക്സിനെല്ലാം ഒന്ന് ജസ്റ്റ് പൊന്തിക്കുന്നത് നല്ലതാണ്. എങ്ങനെ ചെയ്യണം? ആദ്യം ഇവിടുത്തെ ഒരു സെഗ്മെന്റ്സിന്, അതായത് വെർട്ടെക്സിന് ഇതൊന്ന് ലെവൽ ചെയ്യണേ. കാണുന്നില്ല ഈ വെർട്ടെക്സ്, ഇതെല്ലാം ഒന്ന് സെഗ്മെന്റ് ഫ്ലോ ഒന്ന് ലെവലാക്കി വെക്കണം. നിങ്ങൾ സെഗ്മെന്റ് ഫ്ലോ എപ്പോഴും ശ്രദ്ധിക്കണം. ഈ സെഗ്മെന്റ് ഫ്ലോ എന്ന് പറഞ്ഞാൽ തന്നെയാണ് കണ്ടോ ആ ഒരു ഷേപ്പ് വരുന്ന സാധനം. അപ്പം ഞാനിപ്പോൾ ഇവിടുന്ന് വരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ടോപ്പ് വ്യൂവിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് പൊന്തിത ഇങ്ങനെ ഇൻ ബിറ്റ്വീനായിട്ട് ഇതിനെ ഒരു മിനിറ്റ് ഇവിടുന്ന് വരെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പൊന്തിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടുന്ന് വിട്ടു. അതായത് ഈ ടോപ്പിൻ്റെ ഇവിടുന്ന് വിട്ടിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പൊന്തിച്ചു. കണ്ടോ ജസ്റ്റ് ഒന്ന് പൊന്തിച്ചു. ഇവിടുന്നും നമ്മൾ ഒഴിവാക്കി കുറച്ചൊന്ന് പൊന്തിച്ചിട്ടുണ്ട്. ഇവിടുന്നും നമ്മൾ ഒഴിവാക്കി ജസ്റ്റ് ഒന്ന് കണ്ടോ ഇങ്ങനെ വരും. കണ്ടോ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. കണ്ടോ ആ ബോണറ്റിന്റെ ഷേപ്പ് അങ്ങനെ കവർ ചെയ്ത് പോകാനാണ്. എന്നാൽ കുറച്ചും കൂടി വൃത്തിയായിട്ടുണ്ടാവും. അത് സേവ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വന്നാൽ ഹെഡ്ലൈറ്റിന്റെ ഭാഗമാണ്. ഹെഡ്ലൈറ്റിന്റെ ഭാഗം വരും. ഇത് ഇത്ര വേണ്ട, ഇത് കുറച്ച് ഞാൻ ഇങ്ങോട്ട് ഡൗൺ ചെയ്യുന്നുണ്ട്. കണ്ടോ ഒന്ന് ചുരുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹെഡ്ലൈറ്റിന്റെ ഭാഗം വരണം, നമുക്ക് ഹെഡ്ലൈറ്റ് ചെയ്യണം. അപ്പോൾ ഈ സെഗ്മെന്റിന്റെ ഫ്ലോ ഞാൻ ഇത് ഇങ്ങനെ വരികയാണ്. ഇതിന്റെ കണക്കായിട്ട് സെഗ്മെന്റ്സ് കട്ട് ചെയ്യണം. അതുപോലെ ഇതിന്റെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ ഫ്രണ്ട് വ്യൂവിൽ പോയിട്ട് ചെക്ക് ചെയ്യാട്ടോ. ഇത് ബാക്ക് വ്യൂ ആണ്. ഫ്രണ്ട് വ്യൂവിൽ പോയിട്ട് ചെക്ക് ചെയ്യുക. ബാക്ക് വ്യൂ കൊടുക്കും. തെറ്റിയിട്ടുണ്ടല്ലോ. ഓക്കെ, ഫ്രണ്ട് വ്യൂ തന്നെ. ഓക്കെ, ഫ്രണ്ട് വ്യൂ ഇത് കറക്റ്റ് ചെയ്യുക. ഫ്രണ്ട് വ്യൂവിൽ പോയിട്ട് അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന്റെ സെഗ്മെന്റ് ഫ്ലോ ക്ലിയർ ചെയ്യണേ. ഹെഡ്ലൈറ്റ് നമുക്ക് വരുന്നത് എവിടെയാണോ എന്നുള്ളതൊന്ന് നോക്കിയാൽ അത്രയും നല്ലത്. കാരണം ഹെഡ്ലൈറ്റിന്റെ ഇത് പോർഷൻ വരുന്നത് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു പോർഷനിൽ വേണമെങ്കിൽ എടുക്കാം. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് പറഞ്ഞാൽ എടുക്കാം. ഞാനിപ്പോൾ ആ ഒരു കട്ടിങ് എടുക്കുന്നില്ല. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ തന്നെ കൊണ്ടുപോകാനോ പോകുന്നു. ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഹെഡ്ലൈറ്റ് അവിടെ നമുക്ക് ഡിസൈൻ ചെയ്യുന്ന കുറച്ചും കൂടി ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഈ വെർട്ടെക്സിനെ ഇങ്ങനെ തന്നെ കവർ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകാം. ഇത്രയും വെർട്ടെക്സിനെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ബാക്കിൽ ഇത് ഒഴിവാക്കിയിട്ട് ഇതിനിങ്ങനെ കറക്റ്റായിട്ട് ലെവൽ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് വരുന്നത് പറഞ്ഞാൽ ഹെഡ്ലൈറ്റിന്റെ ഭാഗം വരുന്നത്. അപ്പോൾ ഹെഡ്ലൈറ്റ് ഞാൻ ഈ രണ്ട് ഭാഗങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് നമുക്കൊന്ന് കവർ ചെയ്ത് നീറ്റായിട്ട് വരണമാണത്. അപ്പം ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട്. വേണമെന്നാൽ നമുക്കൊരു സെഗ്മെന്റ് ഇടാം കേട്ടോ. ആ സെഗ്മെന്റ് വേണ്ട, ഞാൻ ഇടുന്നില്ല. എന്ത് ചെയ്യുക, ഇവിടെ എക്സ്ട്രൂഡ് ഫേസ് കൊടുക്കുക. ഓഫ്സെറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. ഓഫ്സെറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ പോവുക. എന്നിട്ട് ജി പ്രസ് ചെയ്യുക. അതായത് ഒന്നുകൂടി നമ്മൾ എക്സ്ട്രൂഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടുന്നത് കണ്ടോ. ഈ ഒരു സൈഡേക്ക് നമുക്ക് ഇങ്ങനെ കിട്ടും. ഇൻസൈഡിലെ ഈ ഒരു സൈഡേക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു സൈഡേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ സൈഡ് വ്യൂവിൽ പോയിട്ട് ഇതിനങ്ങ് റൊട്ടേറ്റ് ചെയ്യണം. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതിനെ നിങ്ങൾ കുറച്ചൊന്ന് കയറ്റി വെച്ചിട്ട് ഈ ബോണറ്റിന്റെ ഉള്ളിലേക്ക് കയറി വരരുത് കേട്ടോ. ചെയ്യുന്ന സമയത്ത് ബോണറ്റിന്റെ ഉള്ളിലേക്ക് കയറി വരാത്ത രീതിയിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു വെർട്ടെക്സിനെ
രണ്ട് വെർട്ടെക്സ്, ഈ രണ്ട് വെർട്ടെക്സ് സെലക്ട് ചെയ്യുക. പോയിട്ട് ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് വെക്കുക, കുറച്ചൊന്ന് താഴ്ത്തി വെക്കുക. അതായത് ഇങ്ങനെയുണ്ടോ, കണ്ടോ? അതുപോലെ ഇത് ഈ കാണുന്ന ഉള്ളിൽ കാണുന്ന ഈ ഒരു വെർട്ടെക്സിനാ, ഈ രണ്ട് വെർട്ടെക്സിനാ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ കുറച്ചൊന്ന് ഉയർത്തി വെക്കാം. കുറച്ചേ ഉയർത്താവൂ, അധികം ഉയർത്തി വെക്കരുത്. ഓക്കെ. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ഈ ഒരു വെർട്ടെക്സിനെ അതുപോലെ സെലക്ട് ചെയ്യുക. ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ആ വെർട്ടെക്സിനെ സെലക്ട് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് നിങ്ങളായിട്ടുള്ള രീതിയിൽ ചെയ്യാം. പക്ഷേ ഇത് കുറച്ചും കൂടി ഞാൻ അതിൻ്റെ ഒരു ട്രിക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഉള്ളിലത്തെ ആ ഒരു സെഗ്മെന്റ്സ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കണ്ടോ? അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു വെർട്ടെക്സ് ഉണ്ട്, അതിനെയും ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വെർട്ടെക്സിനെ, രണ്ട് വെർട്ടെക്സിനെയും സെലക്ട് ചെയ്യുക. കുറച്ചും കൂടി താഴ്ത്തി വെക്കുക, ഇതുപോലെ. കണ്ടോ? ഇതുപോലെ കിട്ടുന്ന രീതിയിൽ മാറ്റി വെക്കാം. മനസ്സിലായില്ലേ? ഇനി നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു വെർട്ടെക്സിന, ഈ രണ്ട് വെർട്ടെക്സ് പോയിന്റിന നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പൊന്തിച്ചു നോക്കുക. കണ്ടോ? അവിടെ ഗ്ലാസ്, ഇതിന്റെ ഗ്ലാസ് കയറി വരും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. കണ്ടോ? ഗ്ലാസ് കയറി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഓക്കെ. കണ്ടോ? ഞാൻ ഇതിന് സോഫ്റ്റ് ഹാർഡൻ എഡ്ജ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഐഡിയ നമുക്ക് കിട്ടി. ഇവിടെ നമുക്ക് ഗ്രില്ലിന് വേണ്ടിയിട്ട് ഒരു സെഗ്മെന്റ്സും കൂടി വരണം. ആ സെഗ്മെന്റ്സും കൂടി നമ്മൾ നിർബന്ധമായിട്ട് ഇടേണ്ടി വരും. ഇവിടെ ഒരു സെഗ്മെന്റ്സ് അത്യാവശ്യമാണ്. ആ സെഗ്മെന്റ്സ് വന്നു കഴിഞ്ഞാൽ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള സെഗ്മെന്റ്സിനെയും കൂടി നമുക്ക് അതുപോലെ കവർ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ല? ഈ ഒരു എഡ്ജസിനെ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രണ്ടിൽ പോയിട്ട് സ്കെയിൽ ചെയ്യാം. കണ്ടോ? കിട്ടിയില്ലേ? സ്കെയിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ വെർട്ടെക്സ് സെലക്ട് ചെയ്യരുത് കേട്ടോ. ആ സമയത്ത് വെർട്ടെക്സ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് വെർട്ടെക്സ് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നിലധികം വെർട്ടെക്സ് എല്ലാം സെലക്ട് ചെയ്യേണ്ടി വരില്ലേ? അപ്പം അതൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് വെർട്ടെക്സ് സെലക്ട് ചെയ്ത് പറഞ്ഞ് ചില ഭാഗങ്ങളിൽ നിങ്ങൾ എഡ്ജ് മാത്രം സെലക്ട് ചെയ്തിട്ട് സ്കെയിൽ ചെയ്യുക കേട്ടോ. എല്ലാ ഭാഗങ്ങളിലും അതുപോലെ ചെയ്യണമെന്നില്ല. ഓക്കെ. ഇപ്പം കണ്ടോ? ഈ ഒരു ഷേപ്പിലേക്ക് ഈ ഹെഡ്ലൈറ്റ് വന്നിട്ടുണ്ട്. അതായത് ഒരു കുഴിഞ്ഞ് വരുന്ന ഭാഗം, കുഴിഞ്ഞിട്ടാണ് ഇതിങ്ങനെ കാണുന്നത്. കണ്ടോ? ഏകദേശം ആ ഒരു ഷേപ്പിലേക്ക് നമ്മുടെ കാറ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ, മെയിൻ സാധനം, നമുക്ക് ഇവിടെ ബോണറ്റ് നമ്മളെ വരുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ ബോണറ്റിന് ഒരു കുഴി പോലെ വരലുണ്ട് അല്ലേ? വൈപ്പറിന്റെ താഴെ വരുന്ന ഒരു ഭാഗം അങ്ങനെ വരലുണ്ട്. അപ്പം നിങ്ങളത് നോക്കാട്ടോ, നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. ഞാൻ ചെയ്തിരിക്കുന്ന തെറ്റാണെങ്കിൽ നിങ്ങൾ നീറ്റാക്കി ചെയ്യുക. ഓക്കെ. അപ്പൊ ഇനിയിപ്പോൾ ഇവിടെ ഈ ടോപ്പ് വ്യൂവിൽ പോയിട്ട് ഇവിടുന്ന് ഇവിടം വരെയില്ലേ വെർട്ടെക്സിനാ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇതാ ഈ ഒരു ഭാഗം ഒഴിവാക്കണേ. ഓക്കെ. ഇതാ ഇതുപോലെ. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഇതിനാ എക്സ്ട്രൂഡ് ഫേസ് കൊടുക്കുക. നമുക്ക് ഇത് വേണ്ടേ, ബോണറ്റ് കട്ട് ചെയ്ത് വരണ്ടേ? അപ്പോൾ ഓപ്സെറ്റ് ചെയ്യുക. കണ്ടോ? ഓപ്സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ? ഇതിന് ജസ്റ്റ് ഒന്ന് പൊന്തിച്ചു വെക്കാം, കുറച്ചൊന്ന് പൊന്തിച്ചു വെക്കാം. കണ്ടോ? ഓപ്സെറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പൊന്തിച്ചു വെക്കാം. മനസ്സിലായില്ലേ? ഓപ്സെറ്റ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പൊന്തിക്കാം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി പ്രസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പൊന്തിച്ചു നോക്കാം കേട്ടോ. ആ ഒരു കട്ട് മനസ്സിലാവാൻ, ബോണറ്റിന്റെ ഒരു കട്ട് മനസ്സിലാവാൻ വേണ്ടി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പൊന്തിച്ചു വെക്കാൻ പറ്റും. കണ്ടോ? പൊന്തിച്ചു. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ആ കട്ട് ഷേപ്പ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാം. കണ്ടോ? ഒരു കട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ. കണ്ടോ? ആ ഒരു കട്ട് ഉണ്ടാക്കിയെടുക്കാൻ മാത്രമാണ് അത് ഉപയോഗിച്ചത്. അപ്പൊ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് ചെയ്യാം. ഞാൻ ഇവിടെ അതിനെന്ത് ചെയ്യാമെന്ന് പറയാം, ഇവിടെ ഞാനൊരു സപ്പോർട്ടിങ് എഡ്ജസ് കൊടുക്കുന്നുണ്ട്. കാരണം ആ കട്ട് എനിക്ക് മനസ്സിലാവണം, ഫീൽ ചെയ്യണം. മനസ്സിലായില്ലേ? ആ കട്ട് എനിക്ക് ഫീൽ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഈ ഒരു എഡ്ജസിനെ സെലക്ട് ചെയ്തിട്ട് ബിവൽ എഡ്ജസ് കൊടുക്കുന്നുണ്ട്. ബിവൽ എഡ്ജസ്
ഇപ്പൊ അവിടെ കട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്, കണ്ടോ? മനസ്സിലായില്ലേ? എളുപ്പവഴി മനസ്സിലായില്ലേ എങ്ങനെയാണ് ചെയ്യുന്നത്? കണ്ടോ? വളരെ ഈസിയായി നമ്മൾ ആ ഒരു ഭാഗം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ കിടക്കട്ടെ, സേവ് ചെയ്യണേ. ഞാൻ സേവ് ചെയ്തുകൊണ്ടിട്ടുണ്ട് ഓരോ ഇതുമായിട്ട്. അതവിടെ ഞാൻ നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം അറിയോ? എനിക്ക് ഈ ഗ്രിഡ് ഭാഗം ഇവിടെ വരുന്നുണ്ട്, അതുപോലെ എനിക്ക് ബമ്പറിന്റെ ഭാഗവും വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു കാറിന്റെ ടയറിന്റെ ഒരു ഷേപ്പിൽ എനിക്ക് അവിടെ കട്ട് ചെയ്യുകയും ചെയ്യണം. അതുപോലെ ബാക്ക് സൈഡ് എനിക്ക് ക്ലിയർ ചെയ്യണം. ഞാൻ ഇതുവരെ ഞാൻ ചെയ്തതിൽ ബാക്ക് സൈഡ് ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഇത്രയും ഭാഗങ്ങളാണ് ചെയ്ത്, ബാക്ക് സൈഡ് മാത്രം ഞാൻ അവിടെ കവർ ചെയ്യാതെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്ക് സൈഡും കൂടി ഞാൻ കവർ ചെയ്യേണ്ട ആവശ്യം എനിക്കുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഞാൻ സെഗ്മെന്റ്സ് നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ച പോലെ തന്നെ, കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ച പോലെ തന്നെ ഒന്ന് ആദ്യം പൊന്തിച്ച് വെക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതിനൊന്ന് പൊന്തിക്കാം. കണ്ടോ? നിങ്ങൾക്ക് അത്ര ബോണറ്റിന് അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് ഈ ഒരു ഭാഗമില്ലേ, ഈ ഭാഗം നമ്മൾ ടോപ്പ് വ്യൂവിൽ ചെയ്താൽ മതി, ടോപ്പ് വ്യൂവിൽ പോയിട്ട് ചെയ്താലും മതി. സ്കെയിൽ ചെയ്യും. ബാക്ക് സൈഡ് എങ്ങനെ വരുന്നു പറഞ്ഞാൽ അങ്ങനെ ചെയ്യാം. ബാക്ക് സൈഡ് കണ്ടോ? മനസ്സിലായില്ലേ? ബാക്ക് സൈഡ് എങ്ങനെ വരുന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു സൈഡ് പോയി അതിനെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ? അത് ഈ കട്ട് ഫീൽ ചെയ്യാൻ വേണ്ടി, മനസ്സിലായില്ലേ? ഈ ഒരു കട്ട് ഫീൽ ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. നിങ്ങൾക്ക് അത് നിങ്ങൾ ഐഡിയയിൽ ചെയ്യാം. ഈ ഒരു വർക്ക് നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം വർക്ക് മനസ്സിലാവും. നിങ്ങൾ മോഡൽ ചെയ്ത് പോകുമ്പോൾ ക്ലിയർ ആവും. അപ്പോൾ ഇനിയിപ്പം വരുന്നു പറഞ്ഞാൽ എൻ്റെ ഈ വണ്ടിയുടെ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ബാക്ക് സൈഡ് എപ്പോഴും പൊന്തിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ബാക്ക് സൈഡ് പൊന്തിയിട്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സെഗ്മെന്റ് ഫ്ലോ ഞാനൊന്ന് കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഇങ്ങനെ വന്നിട്ടാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. നോക്കട്ടെ. ടോപ്പ് വീട്ടിൽ പോയി ഞാനത് ആദ്യത്തെ പോലെ തന്നെ ആക്കി വെക്കുന്നുണ്ട്. സെഗ്മെന്റ് ഫ്ലോ പോകുന്നുണ്ട്. ഇവിടെ ഈ സെഗ്മെന്റ് വരുന്നത് ഇങ്ങനെ വരണം കേട്ടോ. ഫ്ലോ വരണേ. ഇതൊക്കെ ഫ്ലോ ആയിട്ട് വരേണ്ട സാധനമാണ്. കാരണം അവിടുന്ന് വരുന്നത് നോക്കണ്ട, ഇവിടുന്ന് വരുന്ന ഈ പാത്തും കൂടി നോക്കണം. കാരണം അല്ലെങ്കിൽ ഈ സെഗ്മെന്റ്സ് ഇവിടെ കിട്ടണമെന്നില്ല. കണ്ടോ? ഫ്ലോ കറക്റ്റ് ആയിരിക്കണം. ഓക്കെ. ഇനി എന്ത് ചെയ്യണം നോക്കിയേ. ഇവിടുത്തെ ഈ എഡ്ജസിനെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇതിന് ബിവൽ എഡ്ജസ് കൊടുക്കുന്നുണ്ട്. ബിവൽ എഡ്ജ് സെഗ്മെന്റ്സ് ആഡ് ചെയ്യുന്നുണ്ട്. 3 ഞാൻ കൊടുത്തിട്ടുള്ളൂ. കൂടുതലാണെങ്കിൽ നിങ്ങൾ ഒഴിവാക്കി ചെയ്യുക. കണ്ടോ? ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. എങ്ങനെയാണ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടെ കയറി വരുന്ന ഈ ഭാഗമില്ലേ, നമ്മൾ ഈ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്തിട്ടില്ല. അതൊരു മിസ്റ്റേക്കാണ്. അപ്പം ഞാനിപ്പം പഴയതുപോലെ തന്നെ പോവുകയാണ്. പഴയത് എങ്ങനെയാണോ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പോയിട്ട് നിങ്ങൾ അണ്ടർ ലെവലെല്ലാം ക്ലിയർ ചെയ്യണം കേട്ടോ. അണ്ടർ ലെവലെല്ലാം ആദ്യം ക്ലിയർ ചെയ്തിട്ട് വേണം ഇത് വർക്ക് ചെയ്യാൻ കേട്ടോ. അല്ലെങ്കിൽ വർക്ക് ആവില്ല. 100% ഞാൻ പറയാം. കാരണം നിങ്ങൾ എവിടെ നിന്ന് വെച്ച് തെറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കോട്ട് പോകാൻ പറ്റൂല. കാരണം നമ്മളിപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് എല്ലാം ചെയ്യണമെന്നില്ല. ഓക്കെ. അപ്പോൾ ഞാൻ ടോപ്പ് വ്യൂവിൽ പോയി ഇത് നമ്മൾ വിട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സാധനം ഗ്ലാസിൻ്റെ കണ്ടോ? ഇത് നമ്മൾ ക്ലിയർ ചെയ്യണം. വിട്ട ഭാഗങ്ങളിൽ ക്ലിയർ ചെയ്യണം കേട്ടോ. കണ്ടോ? വളരെ സ്മൂത്തായിട്ട് അതിനെടുത്ത് നല്ലൊരു സ്നേഹം തോന്നണം അതിനോട്, അല്ലെങ്കിൽ അത് ക്ലിയർ ആവില്ല. കണ്ടോ? ഇങ്ങനെ കിട്ടണം. ഓക്കെ, ഇങ്ങനെ കിട്ടണം. ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് ആ സെഗ്മെന്റ്സ് ഒന്നും കൂടി നോക്കാം. നമ്മളിപ്പോൾ നേരത്തെ ചെയ്തിരിക്കുന്ന ആ സെഗ്മെന്റ്സ് ഒന്നും കൂടി നോക്കാം. ഇപ്പോൾ ബാക്ക് സൈഡ് ഒരു കുഴിഞ്ഞ പോലെ തോന്നുന്നുണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്യണം. അപ്പം ഞാനിപ്പം ബാക്ക് സൈഡ് ഇങ്ങനെയാണ്. എൻ്റെ ഒരു വണ്ടി ഞാൻ ഡിസൈൻ ചെയ്തത് ബാക്ക് ഇങ്ങനെ കുറച്ച് ഇതായിട്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റൈലിൽ ചെയ്യാട്ടോ. നിങ്ങൾ എന്താണെന്ന് ഉദ്ദേശിക്കുന്നത് അതുപോലെ ചെയ്തു. സാറത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു എന്നുള്ളൊരു പ്രതീക്ഷ, ഇതൊന്നും ദുഃഖമൊന്നും വേണ്ട. ഓക്കെ. ഇത് ഞാൻ അവിടെ പൊന്തിച്ചപ്പോൾ ഇത് കുറച്ച് താഴ്ത്തി വെക്കണം. ഇതിവിടെ താഴ്ത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഇല്ല ഈ സാധനങ്ങൾ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫ്ലോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഫ്ലോ ഉണ്ടോ? ഫ്ലോ ആക്കി എടുക്കുന്നുണ്ട്. മോഡലിങ് അത്ര വലിയ ബുദ്ധിമുട്ടുള്ളൊരു സാധനമൊന്നുമല്ല കേട്ടോ. നിങ്ങൾ നിഷ്പ്രയാസം നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ പ്രയത്നിക്കണം. അതിപ്പോൾ ഏതിലായാലും പ്രയത്നിക്കണം. മോഡലിംഗ് അല്ല, നിങ്ങൾ ആനിമേഷൻ ആയാലും ഇതിൻ്റെ പണി എല്ലാത്തിലും ഉണ്ട് കേട്ടോ. മനസ്സിലായി? ഒരു കളിമണ്ണിൽ ഒരു ക്ലേയിലൊരു മോഡൽ ചെയ്യാനും നിങ്ങൾക്ക് കഷ്ടപ്പാട് പണിയുണ്ട്. അപ്പോൾ കഷ്ടപ്പാട് വിചാരിച്ചിട്ട് ആരും ആനിമേഷൻ്റെ ഇതിലേക്ക് വരണ്ട. അത് ഞാൻ ഇപ്പോഴേ പറയാം. നല്ല കഷ്ടപ്പാട് എല്ലാത്തിലും ഉണ്ട്.
നല്ല കഷ്ടപ്പാട് ചെയ്യുന്നവർക്ക് മാത്രമേ ഈ ഒരു ജോലിയിൽ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാൻ പറ്റൂ. അപ്പോൾ വെറുതെ വളരെ ഈസി ആയിട്ട് എനിക്കിത് ചെയ്ത് ഇങ്ങനെ ആവുന്നില്ലൊരു തോന്നലൊന്നും വേണ്ട കേട്ടോ. നല്ല കഷ്ടപ്പാടുണ്ട്. അങ്ങനെ ഉള്ളവർക്ക് ഈ ഫീൽഡ് പറ്റൂല. ഓക്കെ അപ്പം ഞാൻ അത് അങ്ങനെ വൃത്തിയാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ബാക്കറ്റിൽ അതും കൂടി ക്ലിയർ ചെയ്യണം കേട്ടോ. എന്താ നമ്മളെ വണ്ടി ഇതാ ഇത്ര വരെ എത്തി. നമുക്ക് ഇവിടെ എല്ലാം കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൂടി ചെയ്താൽ കുറച്ച് നല്ല കിടിലം വണ്ടിയായി. മോഡൽ ഷീറ്റ് ഇല്ലാതെ നമ്മളൊരു വണ്ടി അടിപൊളിയായിട്ട് ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ബോണറ്റ് ചെയ്യാൻ മതി. ഇത് സേവ് ചെയ്യട്ടെ. ഫയൽ സേവ്. ഇവിടെ പോയി ഇവിടെ വന്നു. ഈ വെർട്ടെക്സിനെ ഞാൻ ലെവൽ ചെയ്യുന്നുണ്ട്. ഇതെനിക്ക് വീല് വരാനുള്ള വെർട്ടെക്സ് ആണ്. അപ്പോൾ സാർ ഇത്ര വെർട്ടെക്സ് വേണോ, സെഗ്മെന്റ്സ് വേണോ എന്ന് ചോദിച്ചാൽ വേണ്ടെങ്കിൽ വേണ്ട, നിങ്ങൾ അതിനനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. അതിനനുസരിച്ച് ചെയ്താൽ മതി, പ്രശ്നമൊന്നുമില്ല. ഞാൻ എൻ്റെതായിട്ടുള്ള സ്റ്റൈലിൽ ചെയ്യുന്നത്, നിങ്ങൾ കുറച്ചിട്ട് ചെയ്യും. ഓക്കെ, ഇവിടെ വന്നു, കുറച്ച് പൊന്തിച്ച് വെച്ചു. ഓക്കെ, ഏകദേശം ഒരു ഷേപ്പിൽ എത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഇവിടെ ഒരു പണിയുണ്ട്. ഇതൊക്കെ സെലക്ട് ചെയ്യണം. ഇതൊക്കെ സെലക്ട് ചെയ്യുക. കുറച്ച് താഴോട്ട് വെക്കാം. കണ്ടോ, എടുക്കുക, നോക്കാം. കണ്ടോ, ഈ കുഴിഞ്ഞിരിക്കുന്ന ഭാഗത്തിനുള്ളൊന്ന് റൗണ്ട് ചെയ്തെടുക്കുക നിങ്ങൾ. കണ്ടോ, ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക. ഇതിലൊന്ന് റൗണ്ട് ചെയ്തെടുക്കുക. നോക്കണം കേട്ടോ, ഇവിടെ പോയിട്ട് റൗണ്ട് ചെയ്യുന്നതിനും ശരി, ഇവിടെ പോയി നോക്കണം കേട്ടോ. ഓക്കെ, ഇവിടെ പോയി ഇത് രണ്ടും ഒന്നാണെന്ന് തോന്നുന്നു. അല്ല, ഒന്നല്ല. ഇയാളെടുക്കുക. ഓക്കെ, ഇത് രണ്ടും ഒന്നാണ്. നോക്കട്ടെ. ഓക്കെ, എവിടെങ്കിലും ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടായി പോവേ. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. റൗണ്ട് ആക്കി എടുക്കുന്നുണ്ട് ഇവിടെ. അതിന് ഓക്കെ, കണ്ടോ, അതിനെ കുറേ മാറ്റം വരുത്തിച്ചിട്ടുണ്ട്. കണ്ടോ, കുറേ മാറ്റം വന്നിട്ടുണ്ട്. നേരത്തേതിലും കൂടുതൽ. നിങ്ങൾ എന്ത് ചെയ്യണമല്ലോ, സോഫ്റ്റ് ഹാർഡിന് അടിച്ച് പിടിച്ചിട്ട് നോക്കണം കേട്ടോ. ഇത് കുഴി വന്നിട്ടുണ്ടോ? കണ്ടോ, ഇവിടെ ഒന്നും കുഴിയില്ല. കുഴി വന്നിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ കാണാൻ പറ്റും, ഉടഞ്ഞ് കാണാൻ പറ്റും. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് സ്മൂത്ത് ചെയ്ത് നോക്കാം നമുക്ക്. കണ്ടോ, ഷിഫ്റ്റിൽ സ്മൂത്താണ്. കണ്ടോ, വണ്ടിയുടെ ഈ ഭാഗം റെഡിയായി. കണ്ടോ, കണ്ടില്ലേ? ഇതൊക്കെ അംബാസിഡർ കാറുകൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നിങ്ങൾ വിചാരിച്ചാൽ എന്തായാലും സാധിക്കും, 100%. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഞാൻ ലെവലാക്കി എടുക്കുന്നുണ്ട്. ഇത് ഞാനൊന്ന് ലെവലാക്കി ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിൽ പറഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലല്ലല്ലോ, ഞാനിപ്പോൾ ഈ എപ്പിസോഡിൽ തന്നെയാണ് പറഞ്ഞത്. ഓക്കെ, ഇങ്ങനെ റൗണ്ട് ആക്കി എടുക്കാൻ വേണ്ടി പറഞ്ഞു. കണ്ടോ, റൗണ്ട് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബോണറ്റ് ചെയ്യാം. ബോണറ്റ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, നമ്മളെ ഈ ലൈറ്റ് ഒന്ന് ക്ലിയർ ചെയ്യണം. ഹെഡ് ലൈറ്റ് പോലെ ബാക്ക് ലൈറ്റ് ഒന്ന് ക്ലിയർ ചെയ്യണം. അത് ഇവിടെ പോവാ, നമ്മുടെ ബാക്ക്, ഫ്രണ്ടിൻ്റെ ഓപ്പോസിറ്റ് ബാക്ക് എടുത്തിട്ട് നമ്മൾ ഇതിന് ഇൻസൾട്ട് ചെയ്യും, സ്കെയിൽ ചെയ്യും. രണ്ടിനും ഒരുമിച്ച് പിടിച്ചിട്ട് സ്കെയിൽ ചെയ്യുക കേട്ടോ. ഓക്കെ, ഒരുമിച്ച് പിടിച്ച് സ്കെയിൽ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ മുമ്പിൽ ചെയ്ത പോലെ തന്നെ ഇവിടെ നമുക്കൊരു ചെറിയൊരു ഇത് എടുക്കേണ്ടതാണ്. നമുക്ക് നോക്കാം അത്. ഓക്കെ, പ്രശ്നമില്ല. ഇനി എന്ത് ചെയ്യണം, ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്ക് ലൈറ്റ് വരുന്നതാണ്. ഇത് രണ്ടും സെലക്ട് ചെയ്യുക. ഇത് ബാക്ക് സൈഡല്ലേ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇത് നമുക്ക് വരുന്നത് പറഞ്ഞാൽ ഇങ്ങനെ വരേണ്ട ഒരു സാധനം ലൈറ്റ്.
ഉണ്ടോ? അത് ഞാൻ എന്ത് ചെയ്തു, അതിനെടുത്തിട്ട് റൊട്ടേറ്റ് ചെയ്തു, ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു. മനസ്സിലായില്ലേ? ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. അത് ഈ ഫേസിനെ മൊത്തം റൊട്ടേറ്റ് ചെയ്യുക അത്രയും നല്ലതാട്ടോ. കാരണം ഇത് അവിടെ നമുക്ക് അങ്ങനെ ലൈറ്റ് അങ്ങനെ കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഇതിനൊന്ന് സെലക്ട് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ അത്രയും നല്ലത്. കാരണം ഇത് സെഗ്മെന്റ് ഫ്ലോ ഒന്ന് ക്ലിയർ ചെയ്തതാണ്. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? അത് ഒടിഞ്ഞു വരണം അതുകൊണ്ട്. എന്നാൽ മാത്രമേ ആ ലൈറ്റ് നമുക്ക് ക്ലിയർ ചെയ്ത് വരാൻ പറ്റും. അതുപോലെ അത് അങ്ങനെ ഒടിഞ്ഞു വന്നാൽ മാത്രം പോരാ, നിങ്ങൾ ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്യണം. ഒടിഞ്ഞു വരുമ്പോൾ തന്നെ ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകണം. ഓക്കെ, ഉണ്ടോ? ഇങ്ങനെ കൊണ്ടുപോകണം. അതുപോലെ ഇതെടുത്ത് ഇങ്ങനെ കൊണ്ട് അവിടെ അങ്ങനെ വന്നാലേ ശരിയാവും കേട്ടോ, അല്ലെങ്കിൽ ഒരു വൃത്തി ഉണ്ടാവില്ല. ഇതൊക്കെ ഞാൻ സ്കെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ഒരു സെഗ്മെന്റ്സ് വരുന്ന സാധനമാണ്, വെർട്ടെക്സ് വരുന്ന സാധനം. അതെല്ലാം ഒരുമിച്ച് തന്നെ വേണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാഫാക്കി ചെയ്യാം. നോക്ക്, ഇവിടെ വന്നിട്ട് നോക്കണം കേട്ടോ. കണ്ടോ? സെഗ്മെന്റ് ഫ്ലോ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ഈ രണ്ട് എഡ്ജ് ഉണ്ടോ, രണ്ട് എഡ്ജ്, ഈ രണ്ട് എഡ്ജിനെ എടുത്തിട്ട് ഈ 3, 4 എത്ര എഡ്ജിനെ എടുത്തിട്ട് ഇങ്ങനെ വെക്കും. കണ്ടോ? മനസ്സിലായില്ലേ? അതിനെ ഉടക്കരുത് കേട്ടോ, ഉടച്ചു പോകണ്ട. ഇങ്ങനെ വെക്കും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചെറിയൊരു പണിയുണ്ട്. എന്താണ്? നമ്മളെ ബാക്ക് ലൈറ്റ് ചെയ്യാം. ബാക്ക് ലൈറ്റ് നമുക്ക് ക്ലിയർ ചെയ്യണം. അപ്പോൾ ഞാനത് സേവ് ചെയ്യട്ടെ, സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ബാക്ക് ലൈറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് പറഞ്ഞാൽ ഇവിടുന്ന് എടുക്കരുത്, ഇവിടുന്ന് തന്നെ എടുക്കണം കേട്ടോ. ഈ ഒരു സൈഡിൽ തന്നെ എടുത്തിട്ട് തന്നെ ചെയ്യാം. മനസ്സിലായില്ലേ? മറ്റത് ഇവിടുന്നാണ് എടുത്തിന്, ഇത് ഇവിടുന്ന് എടുക്കണം, ബാക്കിൽ നിന്ന്. ഓക്കെ, എക്സ്ട്രൂഡ് ഫേസ് കൊടുക്കുക, ഓഫ്സെറ്റ് ചെയ്യുക. ഓഫ്സെറ്റ് ചെയ്തതിന് ശേഷം ജി പ്രസ് ചെയ്യുക. തിക്നെസ് കൊടുക്കുക, കുറച്ച് മതി കേട്ടോ, അധികം വേണ്ട കേട്ടോ, ഇത്ര മതി. എന്നിട്ട് റൊട്ടേറ്റ് ചെയ്യുക, താഴോട്ട് വെക്കുക. കണ്ടോ? താഴോട്ട് വെക്കുക. വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, താഴോട്ട് വെച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇത് ചെയ്ത് വലിയൊരു ഹെഡ്ലൈറ്റ് പോലെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ സെഗ്മെന്റ്സ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഒന്ന് സെഗ്മെന്റ്സ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ക്ലിയർ ആവുന്നത്. അതിനൊന്ന് ചെറുതാക്കിയാൽ മതി. താഴോട്ട് വെച്ചിട്ട് അതായത് ആ ഫേസിൽ മുട്ടാത്ത രീതിയിൽ, സ്മൂത്ത് ചെയ്യുമ്പോൾ ഫേസിൽ മുട്ടാത്ത രീതിയിൽ ഒന്ന് ചെറുതാക്കി. ഇവിടെ തെറ്റിയിട്ടുണ്ട്, രണ്ട് ഫേസും തമ്മിൽ തെറ്റിയിട്ടുണ്ട്. ഒന്നുകൂടി ചെയ്യാം കേട്ടോ. അവിടെ എനിക്കൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഉണ്ടോ? അവിടെ ഒരു മിസ്റ്റേക്ക് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഒരു വെർട്ടെക്സിനെ നമ്മൾ ഒന്ന് പൊന്തിച്ച് വെക്കുന്ന നല്ലതാണ്. ഓക്കെ, ഫയൽ സേവ് ചെയ്യട്ടെ. അപ്പോൾ ഒന്നുകൂടി പിടിച്ച് നോക്കാം. അത് ഫേസ് സെലക്ട് ചെയ്യുക. ഇത് വേണ്ട, ഇതൊന്നും ഒഴിവാക്കിയാലോ, അവിടെ വേണ്ട നമുക്ക്. ചിലപ്പോൾ അവിടെ നിന്ന് വരുന്നുണ്ട് ഒരു പിടുത്തായിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സെഗ്മെന്റ് ഇട്ട് നോക്കാം കേട്ടോ. ഇൻസെർട്ട് എഡ്ജ് എടുത്തിട്ട് ഇവിടെ ഒന്ന് ഒരു സെഗ്മെന്റ് ഇട്ട് നോക്കാം നടുവിൽ. ലാസ്റ്റ് ക്ലീനപ്പിൽ നമുക്ക് എല്ലാം കളയാം കേട്ടോ, പ്രശ്നമില്ല. നമ്മളതെല്ലാം എടുത്ത് നമ്മൾ ക്ലീനപ്പ് ചെയ്യും. എല്ലാത്തിലും ഒന്നും ക്ലീനപ്പ് ചെയ്യാതെ പോകില്ല. ഇതൊന്ന് സ്കെയിൽ ചെയ്യട്ടെ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റൗണ്ട് ആക്കി എടുക്കും. അപ്പോൾ അങ്ങനെ റൗണ്ട് ആക്കി എടുക്കുമ്പോൾ ഇവിടെ നിങ്ങൾ റൗണ്ട് ആക്കി എടുക്കേണ്ടി വരും. മനസ്സിലായി? ഇതും ഒന്ന് റൗണ്ട് ആക്കി എടുക്കേണ്ടി വരും. കണ്ടോ? അപ്പോൾ നമുക്ക് ഹെഡ്ലൈറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായ പ്രയാസത്തിലും കൂടുതലാണ് നമുക്ക് ഇവിടെ. ഹെഡ്ലൈറ്റ് അത്ര പ്രയാസം ഉണ്ടായിട്ടില്ല തോന്നുന്നു. ബാക്ക് ലൈറ്റ് ആണല്ലോ
കൂടുതൽ നമുക്ക് ഇട്ടിട്ട് ബുദ്ധിമുട്ട് വന്നത്. അപ്പം അതൊന്ന് ക്ലിയർ ചെയ്യണം. ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്യണം. വെർട്ടെക്സ് ഓക്കെ. എക്സ്ട്രൂഡ് ഫേസ്, ഓഫ്സെറ്റ് ഇവിടെ ഞാൻ സെലക്ട് ചെയ്തില്ല കേട്ടോ. ഇവിടെ സെലക്ട് ചെയ്യാം. എക്സ്ട്രൂഡ് ഫേസ്, ഓഫ്സെറ്റ് എന്ത് ചെയ്യുക, എക്സ്ട്രൂഡ് അതവിടെ കേട്ടാ. ബാക്ക് ലൈറ്റിന്റെ ഈ ഒരു പോർഷൻ ഇത്ര വരെ ആക്കി വെച്ചാൽ മതി. ഓക്കെ, അത് നമുക്ക് ചെയ്യാം, പ്രശ്നമില്ല. ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് ഡിക്കി ചെയ്യണം. ഡിക്കി ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നത് പറഞ്ഞാൽ ഇതൊരു പ്രധാനപ്പെട്ട ഒന്ന് ലെവലാക്കി നോക്കിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ പണി കിട്ടും എന്തായാലും. ഫയൽ സേവ് ചെയ്യാം. എല്ലാം പണിയില്ല തന്നെയാണ്. നമ്മൾ ഇവിടെ എല്ലാം നമ്മൾ വെർട്ടെക്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഫ്ലോ എല്ലാം നിങ്ങൾ നോക്കണം കേട്ടോ വർക്ക് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ വെച്ച് പോകരുത് കേട്ടോ. ഈ ഫ്ലോ എല്ലാം നീറ്റാക്കിയിട്ട് മാത്രമേ വർക്ക് ചെയ്തത്, അല്ലെങ്കിൽ UV ചെയ്യുന്ന സമയത്ത് പണി കിട്ടും. നമ്മൾ സബ്സ്റ്റൻസിലും നമ്മൾ ഇതിലെല്ലാം പോയി ചെയ്യുന്ന സമയത്ത് ഇവിടെ എല്ലാം ഒരു ഡാർക്ക് ഷെയ്ഡ് വരാനൊരു സാധ്യതയുണ്ട്. അത് നിങ്ങൾക്ക് ടെക്സ്ചറിങ് പറഞ്ഞു തരുമ്പോൾ മനസ്സിലാവും. ഇനി അഥവാ ഇവിടെ എപ്പിസോഡ് കാണുന്നവർ പഠിച്ചവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ഈ ടോപ്പ് ഇതിൽ പോയിട്ട് ഇത് ചെയ്യണം. ഇത് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം പറയാം. ഇത് ഹാങ് ആയി പോകുന്നുണ്ട്. അപ്പോൾ നോക്കി ഇത്ര ഹിസ്റ്ററി ഉണ്ട്. ഇതെന്ത് ചെയ്യുക, ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യുക കേട്ടോ. സ്മൂത്തിൽ വെച്ചിട്ടല്ല, നിങ്ങൾ സോഫ്റ്റ് ഹാർഡിന് എഡ്ജ് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇതിനെ എഡിറ്റ് പോവുക, ഡിലീറ്റ് ബൈ ടൈപ്പ് ഹിസ്റ്ററി കളയണം കേട്ടോ. ഹിസ്റ്ററി കളഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഹാങ് ആവും. ഓക്കെ, ഇത്ര വരെ ചെയ്തിട്ടുണ്ട്. ഇനി ടോപ്പ് വ്യൂവിൽ പോവുക. ടോപ്പ് വ്യൂവിൽ പോയിട്ട് ഫേസ് സെലക്ട് ചെയ്യുക. ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഫേസ് സെലക്ട് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ താഴെയിലെ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. നമുക്ക് താഴെയിലെ ഫേസും കൂടി സെലക്ട് ആവുന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യുക, ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, എക്സ്ട്രൂഡ് ഫേസ് കൊടുക്കുക. എക്സ്ട്രൂഡ് ഫേസിൽ ഓഫ്സെറ്റ് പോവുക. ഇതോ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൽ ഏകദേശം കൊടുക്കുക. എന്നിട്ട് അതിന് ജസ്റ്റ് ഒന്ന് പൊന്തിക്കുക കേട്ടോ. ഒന്ന് തിക്നെസ് ഒന്ന് പൊന്തിക്കുക. അത്ര പൊന്തിക്കണ്ട, ഏകദേശം ഇത്ര പൊന്തിച്ചാൽ മതി. മനസ്സിലായില്ല? കട്ട് ഫീൽ ചെയ്യാൻ നമുക്ക് ഇവിടെ ഒരു കട്ട് ഫീൽ ചെയ്യണ്ടേ, അതിന് വേണ്ടി ചെയ്യുന്ന. അധികം പൊന്തിക്കണ്ട, ഏകദേശം വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യാം, ഇതിന് നമ്മൾ സപ്പോർട്ടിങ് എഡ്ജ് കൊടുക്കാം. അങ്ങനെ ഇവിടെ ഒരു സപ്പോർട്ടിങ് എഡ്ജ് ഉള്ളത്. ഇവിടെ ഒരു സപ്പോർട്ടിങ്, നേരത്തെ അങ്ങനെ കൊടുത്തിട്ടില്ല. ഒരു സപ്പോർട്ടിങ് എഡ്ജ് കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ കൊടുത്ത്. കാരണം നേരത്തെ ചെയ്ത പോലെയല്ല, ഇതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഉണ്ടോ, ഇങ്ങനെ കിട്ടണം. ഉണ്ടോ ഷേപ്പ് എല്ലാം നമ്മൾ സെപ്പറേറ്റ് ചെയ്യും കേട്ടോ. അതുകൊണ്ടാവും ഇവിടെ കണ്ടോ ഒരു ഷേപ്പ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കൊടുത്തതാണ് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മളൊന്ന് ഒരു സെഗ്മെന്റ് കൂടി ആഡ് ചെയ്യുമ്പോൾ നമ്മളെ വണ്ടി ക്ലിയർ ചെയ്യും കേട്ടോ, ക്ലിയർ ആവും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഈ ബമ്പറിൻ്റെ ഈ ഒരു ഭാഗം ചെയ്യണം. അതുകൂടി നമുക്ക് ചെയ്തിട്ട് ക്ലാസ് അവസാനിപ്പിക്കാം. ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും കേട്ടോ. കാരണം എപ്പിസോഡ് കൂടുതൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. നിങ്ങൾ ഓരോ ദിവസം ഇരുന്നിട്ട് ചെയ്യാം. ഈ ഒരു ഭാഗം കൂടി ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒരു റൗണ്ട് ആക്കുന്നതേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കറക്റ്റായിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്യണം കേട്ടോ. ഇവിടെ ഈ സെഗ്മെന്റ് ഫ്ലോ ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. ഇത് ഇങ്ങനെ മെഷ് വരണം. കണ്ടോ, ഇവിടെ മെഷീൻ അങ്ങനെ തന്നെ എടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ഒരു ഷേപ്പ് കിട്ടൂ. കണ്ടോ ഇവിടെ ഇങ്ങനെ ഒടിഞ്ഞു വരണം. കാരണം ഇവിടെ നമുക്കൊരു മെഷ് വരുന്നുണ്ട്. ആ മെഷിനെ നമ്മൾ എടുത്തിട്ട് തള്ളും, പുറത്തേക്ക് തള്ളും. അപ്പോൾ ആ വണ്ടിയുടെ ഒരു ഷേപ്പ് നമുക്ക് നിലനിർത്തിയിട്ട് നല്ല നീറ്റ്നെസ് നമുക്ക് കിട്ടും. കണ്ടോ, ഞാൻ ആ കട്ടിങ് ഇട്ടുണ്ടോ. കണ്ടോ, ഇവിടെ ഒരു കട്ട് ഇട്ടിട്ടുണ്ട് ആ വണ്ടിക്ക്. കണ്ടോ ഈ ഒരു കട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഞാൻ ഇവിടെ ചെയ്യും. ഞാൻ ഇവിടുന്ന് ഒരു സെഗ്മെന്റ്സ് കൂടിയിട്ട് ഞാൻ വർക്ക് ചെയ്യും. അതായത് ഈ കാണുന്ന ഈ എഡ്ജസിന ഇപ്പോൾ ഈ എഡ്ജസ് ഞാൻ ചെയ്യുന്നില്ല. ഞാൻ നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞെടുക്കാം. ഡിവൽ ഷേപ്പ് വന്നിട്ട് ഇങ്ങനെ വരും കട്ട്. കണ്ടോ ഇങ്ങനെ ഒരു ഷേപ്പ് കട്ട് ചെയ്തിട്ട് വരും. അങ്ങനെ കട്ട് ചെയ്തിട്ട് വരുമ്പോൾ അവിടെ ഒരു റൗണ്ട് ഷേപ്പ് നമുക്ക്
ഈസി ആയിട്ട് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെഗ്മെന്റ്സിനെ നമുക്ക് സ്ലൈഡ് എഡ്ജ് വെച്ച് ഇവിടുന്ന് ഇത്ര മാത്രം സെലക്ട് ചെയ്തിട്ട് സ്ലൈഡ് എഡ്ജ് വെച്ചിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് പൊന്തിക്കാൻ പറ്റും. കണ്ടോ, പൊന്തിക്കാൻ പറ്റും. അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം നമുക്ക്. ഇത് രണ്ടും കൂടി സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഇവിടെ ഇത് കളയണം കേട്ടോ. ഇത്ര വരൽ കളഞ്ഞിട്ട് നമ്മൾ സ്ലൈഡ് എഡ്ജ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതിനെ പൊന്തിക്കും. സ്ലൈഡ് എഡ്ജ് പോകുമ്പോൾ പൊന്തുന്നില്ല, അത് ഒരു ഭാഗം മാത്രമേ ചെയ്തിട്ട് കിട്ടുന്നില്ലെന്ന് തോന്നുന്നത്. ഈ ഭാഗം എടുക്കുക, ഞാൻ ഒരു ഭാഗം മാത്രം ചെയ്യാം. ഈ ഭാഗം ഞാൻ ചെയ്തതാണെന്ന് തോന്നുന്നു കേട്ടോ. അത് ഈ ഭാഗം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അപ്രൂവൽ ഭാഗം ചെയ്താൽ പോരെ അല്ലേ? ഈ ഭാഗം മാത്രം നമ്മൾ ചെയ്താൽ മതി. കണ്ടോ, ആ ഭാഗം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. രണ്ട് ഭാഗം ചെയ്തു ഇല്ല. ഒരു മിനിറ്റ്, ഇത് സെലക്ട് ചെയ്യുക, ഒരു ഭാഗം മാത്രം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ കളഞ്ഞു. എന്നിട്ട് സ്ലൈഡ് എഡ്ജ് വെച്ച് ഇങ്ങനെ ഒന്ന് പൊന്തിക്കാം. ഉണ്ടോ, ഏകദേശം ഞാൻ ഒന്ന് പൊന്തിച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒന്ന് പൊന്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഇതിനെയും അതുപോലെ സെലക്ട് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് ഇവിടെ വരെ കളഞ്ഞിട്ട് സ്ലൈഡ് എഡ്ജ് ചെയ്യുക അതേപോലെ തന്നെ. കണ്ടോ, അപ്പൊ ഈ ഒരു ഷേപ്പ് നമുക്ക് അവിടത്തേക്ക് കറക്റ്റായിട്ട് കിട്ടി. ഇത് ഈ എഡ്ജസ് ഒന്ന് ക്ലിയർ ചെയ്യണം. ഏത് എഡ്ജസാ നിങ്ങൾ ഈ സെലക്ട് ചെയ്യുന്ന ഈ എഡ്ജസ് ഇവിടുന്ന് തൊട്ടിട്ട് ഇവിടെ വരെ. ഇത് വേണ്ട, ഇതും വേണ്ട. സ്ലൈഡ് എഡ്ജ് ചെയ്യും. അതങ്ങനെ കിട്ടൂല അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് എടുക്കാം. ഇത് മാത്രം മതി. ആദ്യം കുറച്ച് പൊന്തിച്ചു ഉണ്ടോ, എടുക്കുക. വേണ്ട, കൊണ്ട് ഉണ്ടോ. ആ സെഗ്മെന്റ് കിട്ടാൻ വേണ്ടി ബിവൽ എഡ്ജ് വെച്ചിട്ട് തന്നെ ചെയ്തു. ഓക്കെ, അപ്പോൾ ബിവൽ എഡ്ജ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഷേപ്പ് ഇവിടെയില്ലെന്ന് നോക്കണം കേട്ടോ. അതോ ഇത് നിങ്ങൾ ഹാർഡ് എഡ്ജ് കൊടുത്താൽ ക്ലിയർ ചെയ്യും. കണ്ടോ, ഷേപ്പിലേക്ക് വരുന്നുണ്ട്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണേ. ഫയലൊന്നും സേവ് ചെയ്യുന്നില്ല. സേവ് ആസ് ഫയൽ നിങ്ങൾ ഇൻക്രിമെന്റ് സേവ് ചെയ്താൽ മതി. ഇതാ ഞാനിവിടെ പോയി വെർട്ടെക്സിനെ ഞാനിങ്ങനെ ചൂസ് ചെയ്തിട്ട് ഇതാ ഇതിനെ നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് സെഗ്മെന്റ് ഫ്ലോ ചെയ്യരുത്. ഇതിന് കറക്റ്റായിട്ടൊന്ന് റൗണ്ട് ചെയ്തെടുത്താൽ സെഗ്മെന്റ് ഫ്ലോ കറക്റ്റായിട്ട് സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊരു രസം ഉണ്ടാവില്ല ഈ വർക്ക്. ഓക്കെ, ഓക്കെ, കണ്ടോ, അപ്പുറം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. നല്ല നീറ്റാക്കിയിട്ടുണ്ട് എന്ന് എൻ്റെ ഒരു തോന്നൽ. നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ നീറ്റായിട്ട് ചെയ്യുക. ഓക്കെ, ഇനി എന്ത് ചെയ്ത് ഫയൽ സേവ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെ അതിൻ്റെ ഒരു വീല് വരുന്ന ഭാഗം ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുന്നുണ്ട്. സെൻറ്ററിൽ പിടിച്ചു ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇങ്ങനെ രണ്ടെണ്ണം പിടിച്ചിട്ട് ചെയ്യാൻ പറ്റും. അത് ഇത് വേണ്ട, ഇത് ഞാൻ കുറച്ചിങ്ങോട്ട് വെക്കുന്നുണ്ട്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ലാസ്റ്റ് ഒരു സെഗ്മെന്റ് ഇടുമ്പോൾ നമുക്ക് ഇവിടെ ഒരു കട്ട് കിട്ടും. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതവിടെ കട്ടെ. ഇത്രയല്ല കേട്ടോ, ഇത്ര ചെറുതല്ല കേട്ടോ വീല്. മനസ്സിലായല്ലോ, ഇത്ര ചെറുതല്ല വീല്. നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്ലിയർ ചെയ്യാം. നമുക്ക് ഓരോ സെഗ്മെന്റ്സ് നമ്മൾ നീറ്റായി എടുക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. ഓക്കെ, ആ ഗ്ലാസ് വരുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ, അത് നമുക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാം. അതൊന്നും ടെൻഷൻ അടിക്കണ്ട. അതെല്ലാം നമ്മൾ ക്ലീനപ്പ് ചെയ്യുന്ന സമയത്ത് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഒരു പ്രശ്നം വരാൻ പോകുന്നുണ്ട്. അതായത് ഫ്രണ്ടിൽ നമുക്ക് ഇവിടെ ഒരു സെഗ്മെന്റിന്റെ ആവശ്യമുണ്ട്. ഇതിങ്ങനെ ട്രയാങ്കിൾ അല്ല, എന്നാലും ഒരു സെഗ്മെന്റ്സ് നമുക്ക് ഇവിടെ ഇടേണ്ടി വരും. അതായത് ഇവിടെ. എന്നിട്ട് ഇവിടെ ഈ ഫ്രണ്ടിൽ വരുന്ന ഈ സെഗ്മെന്റ്സ് സ്കെയിൽ ചെയ്യുക.
എന്നിട്ട് ഇവനെ എടുത്തിട്ട് ഇതിന് മുട്ടിക്കുക കേട്ടോ, കാരണം ആവശ്യം വരും. ഇവനെ എടുത്തിട്ട് അപ്പോൾ ട്രയാങ്കിൾ പോകും, അവിടെ ട്രയാങ്കിൾ വരും. അതൊന്നും നിങ്ങൾ നോക്കണ്ട, ട്രയാങ്കിളെല്ലാം വരട്ടെ, നമ്മൾ അതിനെടുത്ത് കളയും. ട്രയാങ്കിളെല്ലാം വന്നോട്ടെ. നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ ഇത് ചെയ്യാൻ കേട്ടോ, മിറർ ചെയ്താൽ മതിയേ. നമ്മളതിന് സിമെട്രി എഡ്ജസിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതൊന്നും പിടിക്കണ്ട. ഇനിയിപ്പം ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്യാം. എന്നിട്ട് ഇതിനെ ഒന്ന് കറക്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ കിടക്കുന്ന ഈ ഒരു വെർട്ടെക്സ് അല്ലേ നമ്മളെ പ്രശ്നം അല്ലേ? ഈ ഒരു വെർട്ടെക്സ് ആണ് നമ്മളെ പ്രശ്നം. അപ്പോൾ ആ വെർട്ടെക്സിനെ നമുക്ക് ക്ലിയർ ചെയ്യാൻ എന്താ ചെയ്യാൻ പഠിച്ചു നമ്മൾ? ചാംഫർ വെർട്ടെക്സ്. ചാംഫർ ചെയ്യുമ്പോൾ വന്നില്ലേ, അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇത് എടുത്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള സെഗ്മെന്റ്സുകൾ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ റൗണ്ട് ആക്കി എടുക്കാൻ പറ്റും. ഇത് വേണ്ട, ഇത് ഡിലീറ്റ് ചെയ്യും. ഇത് കിട്ടിയില്ലേ? അപ്പം നമുക്കവിടെ സെഗ്മെന്റ് വേണമെങ്കിൽ ഇടാം കേട്ടോ, അതൊന്നും പ്രശ്നമില്ല, നമുക്ക് ചെയ്യാതെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഇത്ര മതി. ഇത്ര വരെ നമ്മൾ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് ഞാൻ സോഫ്റ്റ് ഹാർഡ് എഡ്ജ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനെ സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് പോയി ഡിലീറ്റ് ബൈ ടൈപ്പ് ഹിസ്റ്ററി, എന്നിട്ട് വേണം നമുക്ക് സേവ് ചെയ്യാൻ. ഇവിടെ ഫയലിൽ പോയി ഞാൻ സേവ് ചെയ്യുന്നുണ്ട് കേട്ടോ, മനസ്സിലായില്ലേ? കംപ്ലീറ്റഡ് 5 സെക്കൻഡ് എപ്പിസോഡ് നിങ്ങൾ മുമ്പ് തന്നെ ചെയ്തേക്കാം. ഓക്കെ, സെക്കൻഡ് എപ്പിസോഡല്ല, ക്ലാസ് 2 കേട്ടോ എപ്പിസോഡ്. ഓക്കെ, ഇനി ഇതൊന്ന് സ്മൂത്ത് ചെയ്ത് നോക്കാം നമുക്ക്. ഉണ്ടോ ഒരു ക്യൂബിൽ നിന്ന്, ഒരു ബോക്സിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു മോഡൽ വർക്കാൻ വേണ്ടി. അപ്പോൾ എത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കണ്ടോ, ഇപ്പോൾ ഡോറെല്ലാം വരുമ്പോൾ, കട്ടിങ്ങെല്ലാം വരുമ്പോൾ നല്ല രസമുണ്ടോ കാണാൻ കേട്ടോ. ബമ്പറും കാര്യങ്ങളും നമ്പർ പ്ലേറ്റും കാര്യങ്ങളും വന്ന് നമുക്ക് എന്നിട്ട് ഇതിനെ ലാസ്റ്റ് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിതിനെ പഴയ ഒരു വണ്ടിയാക്കിയിട്ട് നമുക്ക് ടെക്സ്ചർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനിയും പണിയുണ്ടത്ര, തീർന്നിട്ടൊന്നുമില്ല. ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുന്ന സമയം ഒത്തിരിയായി. അടുത്ത ക്ലാസ്സിൽ എപ്പിസോഡ് 3 നമ്മൾ കുറച്ചും കൂടി നമ്മുടെ ഡോറ് കാര്യങ്ങൾ, ടയർ കാര്യങ്ങളെല്ലാം വന്ന് ഈ കാറിൻ്റെ മോഡൽ കംപ്ലീറ്റ് ആക്കുന്നതാണ് കേട്ടോ. അപ്പം ക്ലീനപ്പ് സെക്ഷനും കൂടി നമ്മൾ പറഞ്ഞു. ഓക്കെ, താങ്ക് യു.